നിയമിക്കപ്പെട്ടു. അപ്പോൾ 1909 മിൻറ്റോ മോർലി ഇതുവഴി അല്ലെങ്കിൽ ഈ നിയമം വഴി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനെയും ഇന്ത്യൻ കൗൺസിലിൽ 2 പേരെയും നിയമിക്കപ്പെട്ടു. ദെൻ 1919 കറക്റ്റ് 10 വർഷം. 1909 മിൻറ്റോ മോർലി ആണെങ്കിൽ 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ഇതിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെല്ലാം ദ്വിഭരണം നടപ്പിലാക്കി. അപ്പോൾ ദ്വിഭരണം നടപ്പിലാക്കിയത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് 1919. 1909 മിൻറ്റോ മോർലിയാണ്. ദെൻ 1919 റൗലറ്റ് നിയമമാണ് കരി നിയമം എന്നറിയപ്പെടുന്നത്. അപ്പോൾ 1919 റൗലറ്റ് നിയമം കരി നിയമം എന്നറിയപ്പെടുന്നു. ദി അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നാണ് റൗലറ്റ് ആക്ട് ഔദ്യോഗികമായി അറിയപ്പെട്ടത്. 1919 റൗലറ്റ് നിയമമാണ് കരി നിയമം എന്നറിയപ്പെടുന്നത്. ദി അനാർക്കി